എന്നാലും നമുക്ക് തൃശ്ശൂരിലേക്ക് തന്നെ പോകാം. അവിടെ പുലികളിയിലേക്കുള്ള ആവേശത്തിലേക്ക് നഗരം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 9 പുലിമടകളിൽ നിന്നായി 450-ലേറെ പുലികൾ ഇന്ന് വൈകിട്ടോടുകൂടി തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ എത്തും. നമ്മുടെ റിപ്പോർട്ടേഴ്സ് അവിടെ തയ്യാറാണ്. സാനു ഉണ്ട്, ഒപ്പം മിഥുൻ അയ്യപ്പനുണ്ട്. ആദ്യം സാനുവിലേക്ക് പോവുകയാണ്. സാനു, നേരത്തെ നമ്മൾ കണ്ടു 51 വർഷത്തിലേറെ ചരിത്രമുള്ള ഒരു പുലിയെ നമ്മൾ കണ്ടു. എന്തായാലും അദ്ദേഹത്തിന് നിരവധി പ്രേക്ഷകരാണ് ആശംസകൾ അറിയിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു ഒരുക്കം? മെയ്യെഴുത്തൊക്കെ ആരംഭിച്ചു, അത് നമ്മൾ കണ്ടതാണ്. സാനുവിനൊപ്പം മിഥുനൊപ്പം നിരവധി കരിമ്പുലികളാണ് ഉണ്ടായിരുന്നത്. അവിടെ എങ്ങനെയാണ്? രാഖി, എന്തായാലും കുട്ടംകുളങ്ങര ദേശത്തിന്റെ പുലികളൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുകയാണ്. ഈ പുലികളെ പോലെ തന്നെ, പുലികളുടെ സൗന്ദര്യം പോലെ തന്നെ പുലികളുടെ ആ ഒരു സാധാരണ നിലയിൽ നമ്മൾ ഈ വയറൊക്കെ അനക്കി അല്ലെങ്കിൽ ഇളക്കി ഒക്കെ വരുന്ന പുലികളെ കാണുമ്പോഴത്തേന് അതിനുണ്ടാവുന്ന ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചന്തം, ആ ചന്തമൊക്കെ ഇണക്കുന്നത് ഇതുപോലുള്ള കലാകാരന്മാരാണ്. ഇവരാണ് ഈ പുലികളെ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്ന, അല്ലെങ്കിൽ വരച്ച് നല്ല മിടുക്കന്മാരാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ നല്ല ഒത്ത സൗന്ദര്യമുള്ള മെയ്വഴക്കമുള്ള പുലികളാക്കി മാറ്റുന്നത് ഇവരുടെ വരകൾ തന്നെയാണ്. ഇവിടെ ഒരു പെൺകുട്ടി ഒരു പുലിനെ ഇങ്ങനെ അണിയിച്ചൊരുക്കുകയാണ്. കണ്ണൊക്കെ വരച്ച്, കണ്ണിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു, അങ്ങോട്ട് വര ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണോ ഈ വരയൊക്കെ? ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്? എന്താണ് ഇതിലേക്ക് പെട്ടെന്നൊരു കടന്നു വരവ്? എന്താണ്, പുലികളി പ്രേമിയാണോ? അങ്ങനെയല്ല, അവസരം വന്നപ്പോൾ വരയ്ക്കാൻ വന്നു. തുടങ്ങിയിട്ടേ ഉള്ളൂ? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതന്നെ, ഈ വരയ്ക്കണമെന്ന്, ഈ പുലികളെ ഇങ്ങനെ ഒരുക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കലാരംഗത്തേക്ക് വരാൻ? ഞാൻ ഫൈനാൻസ് പഠിക്കുന്ന സ്റ്റുഡൻ്റ്, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നപ്പോൾ ചെയ്യാൻ വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വ്യത്യസ്തമായിട്ട് ഈ പെൺപുലികളെയൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പുലിനെ അണിയിച്ചൊരുക്കുന്ന, അല്ലെ വരച്ച് മിടുക്കന്മാരാക്കുന്ന കൂട്ടത്തിലൊരു പെൺതരീനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തിലാണ് ഇവിടെ. ഒരു ഭാഗത്ത് ഇവിടെ പുള്ളിപ്പുലികളുണ്ട്, കരിമ്പുലികളുണ്ട്, ചീറ്റപ്പുലികളുണ്ട്, ഇങ്ങനെ വിവിധ ഇനം പുലികൾ, അല്ലെ വിവിധ തരത്തിലുള്ള പുലികളൊക്കെ ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് അണിയറയിൽ. അതുമാത്രമല്ല, എല്ലാ ദേശങ്ങളും ഇപ്പോൾ അല്പം മുമ്പ് മിഥുൻ അയ്യപ്പൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സസ്പെൻസുകൾ തൃശ്ശൂർ പൂരത്തിനുള്ളതുപോലെ തന്നെ ഈ ഒരു പുലികളിക്കും സസ്പെൻസുകൾ ഒളിച്ചു വെക്കുന്ന ഒരു ഇതുണ്ട്. എന്തായാലും കുട്ടംകുളങ്ങര ദേശത്തിന്റെ പുലികളി കമ്മിറ്റിയുടെ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ്. സസ്പെൻസുകൾ ഉണ്ടോ ഇത്തവണ? സസ്പെൻസ് ആയിട്ട് ഉണ്ട്, നമുക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. ആ നേരത്ത് നമ്മൾ ഇറങ്ങണ നേരത്ത് മാത്രമാണ് നമ്മളത് പുറത്ത് വിടുന്നുള്ളൂ. സസ്പെൻസുകൾ പല ഭാഗത്തായിട്ട് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 8 വർഷത്തിന് ശേഷമാണ്? 8 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇറങ്ങണത്. 2016 നമ്മൾ ലാസ്റ്റായിട്ട് ഇറക്കിയത്. അത് കഴിഞ്ഞിപ്പോൾ 2025 പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യുവാക്കളായിട്ട് ഇറക്കിയതാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും അവരൊരു ഇടവേളയ്ക്ക് ശേഷം ആണ് ഈ പുലികളിയിലേക്ക് പിന്നീട് മടങ്ങി വരുന്നത്. 8 വർഷത്തിന് ശേഷമാണ് അവർ ഈ പുലികളിയിലേക്ക് പിന്നെയും സജീവമാകുന്നത്. എന്തായാലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും കുട്ടംകുളങ്ങര ദേശത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞ് സമാനമായി തന്നെ മറ്റെല്ലാ പുലിമടകളിലും ഇതിന് സമാനമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് നമ്മൾ കണ്ടൊരു പുലിയാണ്, 51 വർഷം അദ്ദേഹം ഈ പുലിമട വിട്ടിറങ്ങി ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്കൊക്കെ ഇറങ്ങിയ പുലിയാണ്. അങ്ങനെ എല്ലാ തരത്തിലും തയ്യാറെടുക്കുകയാണ്, എല്ലാ തരത്തിലും അണിഞ്ഞൊരുങ്ങുകയാണ്, എല്ലാ തരത്തിലുള്ള ആവേശത്തിലുമാണ് ഈ തൃശ്ശൂർ നഗരവും തൃശ്ശൂരിന് പുറത്തുള്ളവരും. ഈ ഒരു പുലികളി പ്രേമികളെല്ലാം തൃശ്ശൂരിലേക്ക് എത്താൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. രാഖി, എന്തായാലും അവർ തന്ത്രങ്ങളൊക്കെ മെനയ്ക്കാണ്. തീർച്ചയായും ഇതൊരു മത്സരമാണ്, അതുകൊണ്ട് തന്നെ ചില സർപ്രൈസുകൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് വൈകിട്ടോടുകൂടി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. സർപ്രൈസായിട്ട് തന്നെ നിൽക്കട്ടെ. മിഥുൻ, ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഇത് മത്സരമാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം എന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ടൊന്ന് അക്കാര്യം വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും 200 വർഷത്തിലധികം പഴക്കമുണ്ട് തൃശ്ശൂരിലെ പുലിക്കളി എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം നൂറ്റാണ്ടുകളായി ഇത് ഇവിടെ ആചരിച്ചു വരുന്നുണ്ട്. ഇതിന് പിന്നിലുള്ള ചരിത്രമൊക്കെ വളരെ പല രീതിയിലുള്ള ചരിത്രം പറയുന്നുണ്ട്. ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്, മറ്റ് ചില ചരിത്രങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നടത്തുന്നത് ഇത് മത്സരമാണ്. 4ാം ഓണനാളിലാണ് എല്ലാ വർഷവും പുലികളി നടത്തുക. ഈ 4ാം ഓണനാളിൽ നടത്തുന്ന ഈ പുലികളിക്ക് മത്സരമായി തന്നെയാണ് നടത്തുന്നത്. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്തവണ 9 പുലിക്കളി സംഘമാണല്ലോ ഉള്ളത്. ഈ 9 പുലിക്കളി സംഘങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ മെയ്യെഴുത്തെല്ലാം നടത്തി പൂർത്തിയാക്കിയതിന് ശേഷം അവർ വടക്കുന്നാഥ ക്ഷേത്ര
മൈതാനത്തേക്ക് എത്തും. വടക്കുന്നാഥൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിലേക്ക് എത്തി അവിടെ പുലിക്കളി, അവിടെ മുതലാണ് പുലിക്കളി ഇങ്ങനെ രൗദ്രഭാവത്തിലും അതിൻ്റെ എല്ലാ രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലാസ്റ്റിംഗ് നടക്കുന്നത് സ്വരാജ് റൗണ്ടിൽ വെച്ചാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിൽ വെച്ചിട്ടാണ് അത്തരത്തിലുള്ള ഇതെല്ലാം നടക്കുന്നത്. അതിന് പലതരത്തിലുള്ള മത്സര ഇനങ്ങളുണ്ട്. ഓവറോൾ ആയിട്ട് ഏറ്റവും നല്ല പുലിക്കളിക്ക് 1, 2, 3 സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അതിന് സമ്മാന തുകയും നൽകുന്നുണ്ട്. ഒപ്പം തന്നെ വസ്ത്ര അലങ്കാരത്തിന്, മേളത്തിന്, അച്ചടക്കത്തിന്, അതുപോലെ തന്നെ ഇവയ്ക്കൊപ്പമെല്ലാം ഉണ്ടാകുന്ന പ്ലോട്ടുകൾക്കെല്ലാം ഇത്തരത്തിൽ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അത്തരത്തിലാണ് അതിൻ്റെ സമ്മാനങ്ങളെല്ലാം നടക്കുന്നത്. അത് ഈ സ്വരാജ് റൗണ്ടിലെ വിവിധ ഇടങ്ങളിലായി ജഡ്ജസുകൾ ഇരിക്കുകയും അവർ അതിനെ എല്ലാം വിലയിരുത്തുകയും എല്ലാം ചെയ്യും. അതിൻ്റെ ഒരു പ്രൈസ് തുക എന്ന് പറയുന്നത് ആദ്യ 3 സ്ഥാനങ്ങൾ കിട്ടുന്ന ദേശങ്ങൾക്ക് 1ാം സമ്മാനമായി 62,500 രൂപയും 2ാം സമ്മാനമായി 50,000 രൂപയും 3ാം സമ്മാനമായി 43,750 രൂപയുമാണ് ഇത്തരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിലെത്തുന്ന പുലിക്കളി സംഘങ്ങൾക്ക് നൽകുക. ഒപ്പം തന്നെ നിശ്ചല ദൃശ്യത്തിന് 50,000 രൂപ, 43,750 രൂപ, 37,500 രൂപ എന്നിങ്ങനെ യഥാക്രമം കിട്ടും. അതുപോലെ തന്നെ പുലിക്കളിക്കൊട്ട്, പുലിവേഷം, പുലിവണ്ടി എന്നിവയ്ക്കും 12,500, 9,375, 6,250 രൂപ വീതം സമ്മാനം കിട്ടുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ മികച്ച രീതിയിൽ അച്ചടക്കം പാലിച്ചുകൊണ്ട് വരുന്ന ടീമിന് 10,000 രൂപ സമ്മാനമുണ്ട്. അതുപോലെ തന്നെ പുലി വരയ്ക്ക് സമ്മാനമുണ്ട്. ചമയ പ്രദർശനത്തിന് ഇത്തവണ സമ്മാനമുണ്ട്. അങ്ങനെ സമ്മാന തുകയൊക്കെ അത്തരത്തിലാണുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ സമ്മാന തുകയൊന്നുമല്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് അതെ ഇവർക്ക് പുലിക്കളിക്ക് സമ്മാനം കിട്ടുന്നത് ഒരു വാശിയാണെങ്കിലും സമ്മാനത്തുക ഒരിക്കലും അതിനെ ബാധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ചിലവാകുന്ന തുക കണ്ടു കഴിഞ്ഞാൽ ഈ സമ്മാനത്തുക വെറും തുച്ഛമാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു ആവേശമാണ്, ഒരു നാടിൻ്റെ സ്പന്ദനമാണ്. നമുക്കറിയാം ഓണക്കാലത്ത് പല നാടിനും അതിൻ്റേതായിട്ടുള്ള തനത് ദൃശ്യങ്ങളുണ്ട്, തനത് ശബ്ദങ്ങളുണ്ട്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി പ്രേക്ഷകരിലേക്ക് ആവേശപൂർവ്വം എത്തിച്ചത്. ആലപ്പുഴയ്ക്കും അതുപോലെ തന്നെ കോട്ടയത്തിനും ആ മേഖലയ്ക്കെല്ലാം ആ വള്ളംകളിയുടെ താളമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നാളെ ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള വള്ളംകളി നടക്കാനിരിക്കുന്നു. ആ ആറന്മുളയ്ക്കും ആ പത്തനംതിട്ടയ്ക്കും തദ്ദേശ മേഖലയ്ക്കെല്ലാം ആ ഒരു വള്ളപ്പാട്ടിൻ്റെ, വഞ്ചിപ്പാട്ടിൻ്റെ, ആറന്മുള വഞ്ചിപ്പാട്ടിൻ്റെ എല്ലാം ഈണമാണുള്ളത്. തിരുവാതിരക്കളിയുടെ ഈണമുള്ള താളങ്ങളുള്ള നാടുണ്ട്. പക്ഷേ പുലിക്കളി എന്ന താളം എന്നുള്ളത് തൃശ്ശൂരിന് മാത്രമാണ്. കാരണം ഈ പുലിക്കളിക്കൊപ്പം കൊട്ടുന്ന കൊട്ടുണ്ട്, പുലിമേളം, പുലിക്കൊട്ട്, അത് തൃശ്ശൂരിൽ മാത്രമേ കൊട്ടാറുള്ളൂ എന്നുള്ളതാണ്. ഈ പുലികൾ ഇറങ്ങുന്ന ഇടങ്ങളിൽ മാത്രമേ കൊട്ടാറുള്ളൂ. അതിങ്ങനെ വർഷാവർഷവും ഈ പുലിക്കളിയിലുള്ള ഇങ്ങനെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പുലി വേഷമെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം വർഷങ്ങളെടുത്ത് നവീകരിച്ച് വന്നതാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ വയറൻ പുലികൾ ഉണ്ടായിരുന്നില്ല, എലുമ്പൻ പുലികൾക്കായിരുന്നു. കാരണം ഏറ്റവും നല്ല കസർത്ത് കാണിക്കുന്ന ആ സ്വരാജ് റൗണ്ടിൽ കരണം മറിയുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കണമെങ്കിൽ ആ മെയ്വഴക്കമുള്ള പുലികളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങനെ ഈ വരയ്ക്കാനും അതിൻ്റെ ഇത് കണ്ടില്ല, ഈ കുലുക്കം, ഈ ശ്വാസങ്ങളും ക്രമീകരിച്ച് ഈ വയറിലെ മസിൽസൊക്കെ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദൃശ്യഭംഗി, അതിങ്ങനെ പുലികളൊക്കെ തന്നെ ഈ ഇളകുന്ന പോലെ, ശ്വാസം വിടുന്ന പോലെ, ഈ ഗർജിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണും എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാം സാധ്യതകളെല്ലാം മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പുലിക്കളി സംഘങ്ങളും ഓരോ വർഷവും നവീകരിച്ച് പുറത്തിറങ്ങുന്നത്. അതാണ് ഇത്തവണയും കാണാൻ പോകുന്നത്. ഇത്തവണത്തെ സവിശേഷത പറഞ്ഞ പോലെ തന്നെ ടീമുകളുടെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് നേരത്തെ നമ്മുടെ ആൻഡോ ചേട്ടൻ, നമ്മൾ പാട്ടുപാടി ചേട്ടനാണ്. ഈ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? രാഹുൽ. ചേട്ടാ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ കരുതി കുറേ വർഷങ്ങളായി പുലിക്കളിക്ക് വേണ്ടി തയ്യാറാക്കിയ വയറാണെന്നാണ്. അപ്പോൾ ഇവിടുന്ന് വരുന്നത്? പാലക്കാടൻ പുലി തൃശ്ശൂരിലേക്ക് എത്തിയാണ്. ഫോട്ടോ കണ്ടു വിളിച്ചതാണ്? ഫോട്ടോ കണ്ട് പരിചയത്തിൽ എന്നെ വിളിച്ചാ. ഈ വയറ് നമുക്കറിയാം, നീ കുടവയറ അതൊക്കെ വിളിച്ച് കളിയാക്കുന്നിടത്ത് ഇന്ന് ഈ വയറ് വേണ്ടി വന്നു. അത് വേണ്ടി വന്നു. എന്താ പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അദ്ദേഹം കളിയിലാണ് പുലി. അപ്പോ ഇത് കുറേ പുലികൾ ഇങ്ങനെ തയ്യാറായി റെസ്റ്റ് ചെയ്തിട്ട് നേരത്തെ നമ്മളിൽ എത്തിയാണ്. ചേട്ടാ എങ്ങനെയാണ്? കുറച്ചുകൂടി ഫിറ്റ് ആയിട്ടുള്ള പുലിയാണല്ലോ അല്ലേ? എങ്ങനെയാ? ജിമ്മൻ പുലിയാണ്. അങ്ങനെയാണ് ഇറങ്ങുന്നത്? അങ്ങനെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പുലി വയറുള്ളവർക്ക് ഡിമാൻഡ് ഉണ്ട്, എല്ലുമ്പന്മാർക്ക് ഡിമാൻഡ് ഉണ്ട്, ഇപ്പോൾ ജിമ്മന്മാർക്കും ഡിമാൻഡ് ഉണ്ടല്ലേ? കളിക്കറിയണവർക്ക് ഡിമാൻഡ് ഉണ്ട്. ഇതിൽ പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയും കൂടി ഉണ്ടല്ലോ.
അത് ഈ താളത്ത് പുലിക്കൂട്ടിനനുസരിച്ച് താളത്തിനനുസരിച്ച് കളിക്കുക എന്നുള്ളതാണ്. കളിക്കുക എന്നുള്ളതാണ്. അതെ അതെ. ഈ എങ്ങനെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട് ഈ പുലിക്കളി കളിക്കാൻ? നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നല്ലേ. തൃശ്ശൂർക്കാർക്ക് പുലിക്കളി ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. അത് ജനിച്ചന്ന് മുതലേ ഈ കേട്ട് ഡിൻ ഡ ഡിൻ ഡ ഡിൻ ഡ ഡിൻ ആ കേട്ട് അതിന്റെ ഒരു അതെ DNA യിലുണ്ട്, ആ ബ്ലഡിലുള്ളതാണ് പുലിക്കളി. തീർച്ചയായും എന്തായാലും അവരുടെ രക്തത്തിൽ ഉള്ളതാണ് പുലികളി ആവേശം എന്നുള്ളതാണ്. അത് തന്നെയാണ് അവരെ പിന്നീട് പുലികളിയിലേക്ക് എത്തിക്കുന്നത്. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇന്ന് വൈകിട്ടോടുകൂടി അവർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും.